അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. മാന്യ സഹോദരിമാരെ, പരിശുദ്ധ റമദാനിലെ നിങ്ങൾ നടത്തി വരുന്ന പഠന ക്ലാസിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇസ്ലാം കാര്യത്തിലെ ഒരു അനുഷ്ഠാന കർമ്മമായ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്, അഥവാ സമ്പത്തിൻ്റെ സംസ്കരണം. ഈ വിഷയത്തിൽ എനിക്ക് ആദ്യമായി സൂചിപ്പിക്കുവാനുള്ളത്, ഞാൻ 2009 സമ്പത്ത്, ശമ്പളം, സക്കാത്ത് എന്ന ഒരു ലഘുലേഖ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴും അന്ന് എൻ്റെ ജില്ലയിലെ ഭാരവാഹികൾ പറഞ്ഞു, ഇതിന് ഒരു ആമുഖമായി ഒരു അവതാരിക എഴുതാൻ ചെറിയമ്മ ഹമീദ് മൗലിയോട്, ഹമീദ് മൗലിയെ ഒന്ന് കാണിക്കണം എന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ഹമീദ് മൗലവി അത് വായിച്ചതിന് ശേഷം അതിൻ്റെ അവതാരികയായി എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് ആമുഖമായി എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കുവാനുള്ളത്. മൗലവി പറഞ്ഞതെന്ന് അന്ന് ആ പുസ്തകത്തിൽ എഴുതിയത്, പരിധി എത്തിയ ശമ്പളത്തിനും ആഭരണത്തിനും സക്കാത്ത് നൽകാത്തവരാണ് മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും. അവരതിന് പറയുന്ന ന്യായീകരണം എന്തായിരുന്നാലും ഇസ്ലാമിക പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിന് നിലനിൽപ്പില്ല എന്നാണ്. ഇതുതന്നെയാണ് ഇന്നത്തെയും അവസ്ഥ. മുസ്ലിം സമുദായത്തിൽ സക്കാത്തിൻ്റെ വിഷയത്തിൽ കാണുന്ന അനാസ്ഥയും അവഗണനയും, അതിന് അവർ പറയുന്ന നമ്മൾ ഓരോരുത്തരും പറയുന്ന ന്യായീകരണം എന്തായിരുന്നാലും പരിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആ ന്യായീകരണങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സക്കാത്ത് എന്ന് പറയുന്ന ഈ വളരെ വിശാലമായുള്ള വിഷയം ചർച്ച ചെയ്യുമ്പോഴും പ്രമാണങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സമയത്തിനുള്ളിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ മാത്രമാണ്. ഒന്നാമതായി, എന്താണ് സക്കാത്ത് എന്നത്? സക്കാത്ത് എന്നത് പരിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു അത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സൂറത്ത് അദ്ദാരിയാത്തിൽ ഒഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം എന്നും, അതുപോലെ തന്നെ സൂറത്ത് മആരിജിൽ കുറച്ചുകൂടി വ്യക്തമായി വല്ലദീന ഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ ഒരു നിർണിതമായിട്ടുള്ള ഹക്കുണ്ട്. ലിസ്സാഇലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും ഉപജീവനം മുടങ്ങിയ ആളുകൾക്കും. അപ്പോൾ നമുക്ക് എന്താണ് സക്കാത്ത് എന്ന് ചോദിച്ചാൽ, എൻ്റെയും നിങ്ങളുടെയും സമ്പത്തിൽ അത് നാം സമ്പാദിച്ചുണ്ടാക്കിയ നമ്മുടെ മിച്ച സമ്പത്താണെങ്കിൽ അതിലും, നാം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സമ്പാദനത്തിലും ഈ പറയുന്ന വിഭാഗങ്ങൾക്ക് അഥവാ പാവങ്ങൾക്ക് ഒരു നിശ്ചിത വിഹിതമുണ്ട് എന്ന് അള്ളാഹു സൂചിപ്പിച്ച ആ വിഹിതമാണ്, ആ ഹക്കാണ് സക്കാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സക്കാത്ത് എന്ന് പറയുന്നത്
പണക്കാരൻ്റെ ഔദാര്യമല്ല, അത് പാവപ്പെട്ടവൻ്റെ ഹക്കാണ്. അത് കൊടുത്തു വീട്ടുമ്പോഴാണ് ആ ഹക്ക് കൊടുത്തു വീട്ടി ആ സമ്പത്ത് ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സക്കാത്ത് എന്ന് ഈ പരിമിതമായ ഈ സമയത്തിനുള്ളിൽ വിശദീകരിക്കാനുള്ളത്? ഖുർആൻ വിശദീകരിച്ച, ഖുർആൻ സൂചിപ്പിച്ച നിർണിതമായിട്ടുള്ള നമ്മുടെ സമ്പത്തിൽ അടങ്ങിയിരിക്കുന്ന പാവങ്ങളുടെ ഹക്ക്, ഹക്കും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം എന്ന് പറഞ്ഞത്. ഇനി എന്തിനാണ് സക്കാത്ത് നൽകുന്നത്? അതും പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. ഈ സക്കാത്ത് നൽകുന്നതിന് 2 പ്രധാനമായിട്ടുള്ള ഉദ്ദേശമാണുള്ളത്. അത് ഖുർആൻ തന്നെ സൂറത്ത് തൗബയിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ, പ്രവാചകരെ അങ്ങ് അവരുടെ സമ്പത്തിൽ നിന്നും സ്വദക്ക, ഇവിടെ ഈ സ്വദക്ക എന്നുള്ളത് സക്കാത്താണെന്നുള്ള കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കുകയും സ്വദക്ക സ്വീകരിക്കുകയും അത് മുഖേന തുതഹിറുഹും വതുസക്കീഹിം ബിഹ, ആ സമ്പത്തിനെ ശുദ്ധിയാക്കുകയും അതുവഴി ആ സക്കാത്ത് കൊടുക്കുന്ന ആളെ അടക്കം സംസ്കരിക്കുകയും ചെയ്യുക. മനുഷ്യൻ, ആ കൊടുക്കുന്ന ആൾ സംസ്കരിക്കപ്പെട്ടവനായി, ആ സക്കാത്ത് കൊടുക്കുന്ന സമ്പത്തും ശുദ്ധിയായി. അപ്പോൾ സക്കാത്ത് കൊടുക്കുന്നതിലൂടെയുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ സമ്പാദിച്ച സമ്പത്തിനെ ശുദ്ധീകരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം രണ്ടാമത് സക്കാത്തിൽ അടങ്ങിയിരിക്കുന്ന, സക്കാത്ത് നൽകുന്നതിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുടെ പട്ടിണിയും പരിവട്ടവും പ്രയാസവും ദൂരീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഉള്ളവനിൽ നിന്ന് വാങ്ങി ഇല്ലാത്തവനിലേക്ക് അത് വിതരണം ചെയ്യുമ്പോൾ അവിടെ ആ രീതിയിൽ കൂടി സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദൂരീകരിക്കാൻ സാധിക്കും. സമ്പന്നൻ്റെ സമ്പത്ത് ശുദ്ധീകരിക്കുവാനും സാധിക്കും. ഇനി ഇതോടൊപ്പം സക്കാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് തന്നെ പറയുന്നത് വളർച്ച, അതല്ലെങ്കിൽ വിശുദ്ധി എന്നാണ്. അപ്പോൾ സക്കാത്ത് നൽകുന്നതിലൂടെ മറ്റേതൊരു ആരാധനയെക്കാളും കൂടുതൽ അള്ളാഹു സൂചിപ്പിച്ചത് സക്കാത്ത് നൽകുന്നവന് ഇഹത്തിൽ തന്നെ അവൻ്റെ ശിഷ്ട സമ്പത്തിന് വർധനവുണ്ടാകുമെന്നാണ്. അപ്പോൾ നമ്മൾ സക്കാത്ത് നൽകുന്നതിലൂടെ 10,000 രൂപക്ക് പലതരത്തിലുള്ള തോതുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഏറ്റവും മിനിമമായിട്ടുള്ള തോതെന്ന് പറയുന്നത് 2.5%. 10,000 രൂപയിൽ നിന്ന് അതിൻ്റെ 2.5% 250 രൂപ കൊടുത്തു വീട്ടുമ്പോൾ നമ്മുടെ അരിത്തമെറ്റിക് അനുസരിച്ച്, കണക്കനുസരിച്ച് 10,000-ൽ നിന്ന് 250 രൂപ പോയാൽ 9,750 രൂപയാകുന്നു എന്ന് പറയുമ്പോൾ അത് വർധനവല്ല, ചുരുങ്ങുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ റബ്ബ് പറയുന്നത്, നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ റബ്ബ് പറയുന്നത്, ഈ 10,000-ൽ നിന്ന് പാവപ്പെട്ടവൻ്റെ ഹക്കായി മാറ്റിവെച്ച ഈ 250 രൂപ കൊടുത്തു വീട്ടിയാൽ 9,750 രൂപക്കും നമുക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ കൂടിയുള്ള അള്ളാഹുവിൻ്റെ അപാരമായിട്ടുള്ള കാവലും അള്ളാഹുവിൻ്റെ ബർക്കത്തും അതിനുണ്ടാവും. ഇത് ഉൾക്കൊള്ളാത്തവർക്കാണ്, ഇത് മനസ്സിലാക്കാൻ പ്രയാസമുള്ളവർക്കാണ്, ഈ ഭൗതികമായുള്ള കണക്കിൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് സക്കാത്ത് കൊടുക്കുവാൻ നമുക്ക് പ്രയാസമുണ്ടാകുന്നത് എന്നർത്ഥം. അപ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ശിഷ്ട സമ്പത്ത് വളരുകയാണ് എന്ന് സക്കാത്ത് നൽകുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കുമ്പോൾ സക്കാത്ത് കൊടുക്കുമ്പോഴുണ്ടാവുന്ന പ്രയാസമില്ലാതായി തീരും എന്നർത്ഥം. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് എപ്പോഴാണ് സക്കാത്ത് നൽകേണ്ടത് എന്നാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചത് എന്താണ് സക്കാത്ത്. രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്തിനാണ് സക്കാത്ത് നൽകുന്നത്. ഇനി നാം വിശദീകരിക്കുന്നത് എപ്പോഴാണ് സക്കാത്ത് നൽകേണ്ടത് എന്നാണ്. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം.
ഒരു സത്യവിശ്വാസി തൻ്റെ സമ്പത്തിന് സക്കാത്ത് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം രണ്ട് സന്ദർഭത്തിൽ ഉണ്ടാകുന്നു. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു സമ്പത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടുന്ന സാഹചര്യം രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് സാഹചര്യത്തിലുണ്ടാകുന്നു. ഒന്ന്, ഒരാളുടെ സമ്പത്ത് അത് ഏതൊക്കെ വ്യത്യസ്ത രൂപത്തിൽ അവൻ സമ്പാദിക്കുന്ന സമ്പത്താണെങ്കിലും അതവൻ്റെ കയ്യിലേക്ക് ഒന്നാമതായി വരുന്ന സാഹചര്യം. ഒരു ശമ്പളക്കാരൻ ശമ്പളം വാങ്ങുന്നു, ഒരു കൃഷിക്കാരൻ അവൻ കൃഷി ചെയ്ത് അതിലൂടെ അവൻ്റെ സമ്പത്ത് അവൻ കൊയ്തെടുക്കുന്നു അല്ലെങ്കിൽ വിളവെടുക്കുന്നു. അതല്ലെങ്കിൽ ഒരു ബ്രോക്കർക്ക് ബ്രോക്കറേജ് ഇനത്തിൽ അയാളുടെ ആ ബ്രോക്കറേജ് അയാൾക്ക് ലഭിക്കുന്നു, കമ്മീഷൻ ഏജൻറ്റിന് അതിൻ്റെ കമ്മീഷൻ ലഭിക്കുന്നു, കച്ചവടക്കാരന് ആ കച്ചവടത്തിൻ്റെ വർഷം പൂർത്തിയാകുന്നു. അതല്ലെങ്കിൽ ഒരു നാൽക്കാലി വളർത്തുന്ന അതുകൊണ്ട് ജീവിതം നയിക്കുന്ന ആളാണെങ്കിൽ അയാളുടെ നാൽക്കാലികളുടെ സമ്പത്ത് നിശ്ചിത പരിധിയിലെത്തുകയും വർഷം പൂർത്തിയാകുകയും ചെയ്യുന്നു. ഒരാൾക്ക് സമ്മാനമായി ഒരു വലിയ തുക അയാൾക്ക് കയ്യിൽ വരുന്നു, പാരിതോഷികമായി തുക വരുന്നു എന്നർത്ഥം. അപ്പോൾ ഒന്നാമതായി അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത് ഏതൊക്കെ വിധത്തിലാണോ സമ്പാദ്യം അല്ലെങ്കിൽ സമ്പത്ത് അവൻ്റെ കയ്യിലേക്ക് ആദ്യമായി കയ്യിൽ വരുന്നു എങ്കിൽ അപ്പോൾ അവൻ അതിന് സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിക്കണം. ഇതൊക്കെയും ഞാൻ പറയുന്നതല്ല, അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കി തന്നിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കണം. സൂറത്ത് അൻആമിൽ അള്ളാഹു സൂചിപ്പിച്ചു, കുലൂ മിൻ സമരിഹി ഇദാ അസ്മറ വ ആതു ഹഖഹു യൗമ ഹസാദി. വളരെ വ്യക്തമായി വക്രതയില്ലാതെ ചിന്തിക്കുവാൻ ഹൃദയം തുറന്നു വെച്ച് ഈ പ്രഭാഷണം കേൾക്കുന്ന ഒരാളുടെ മനസ്സിലേക്ക് ധാരാളം ഹ്രസ്വമായ സംഭാഷണമാണെങ്കിലും എന്ത് പറഞ്ഞത്, കുലൂമിൻ സമരിഹി ഇദാ അസ്മറ വ ആതു ഹഖഹു യൗമ ഹസാദി. നിങ്ങളുടെ വിളവ് അത് പാകമാകുമ്പോൾ വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾ തിന്നുകയും അതിൻ്റെ ഹക്ക് കൊടുത്തു വിട്ടുകയും ചെയ്യുക എന്ന്. അപ്പോൾ ഒരു കൃഷിക്കാരനോടല്ലേ അത് സൂചിപ്പിച്ചത്? നമുക്ക് ന്യായീകരണം ഉണ്ടായേക്കാം. അപ്പോൾ കൃഷിക്കാരന് അവൻ്റെ വിളവെടുക്കുമ്പോൾ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൃഷി എന്ന് പറയുന്നത് അവൻ്റെ ശമ്പളം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണ് വരുമാനം. അപ്പോൾ കൃഷിക്ക് ബാധകമായിരിക്കുന്ന ഈ സക്കാത്ത് മറ്റൊരു വിഭാഗത്തിനും ബാധകമാവുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഭീമമായിട്ടുള്ള ഒരു അബദ്ധമാണ് നമ്മൾ പറയുന്നത്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും നമുക്ക് പറഞ്ഞതായി കാണാം. അതല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണ് ലഹരി ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെയും അത് ഹറാമാണ് എന്ന്, ലഹരി കള്ള് ഹറാമാണ് എന്ന്. ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലില്ലാത്ത വ്യത്യസ്തമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട്. ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ലഹരി മാത്രമേ ഹറാമാകുന്നുള്ളൂ എന്നാരും വാദിക്കുന്നില്ല. എന്താണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ സക്കാത്ത്, കൃഷിയുടെ സക്കാത്തിൻ്റെ കാര്യം പറയുകയും അത് നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ അതിൻ്റെ ഹക്ക് നിങ്ങൾ കൊടുത്തുവിട്ടുകയും നിങ്ങൾ തിന്നുകയും ചെയ്യണമെന്ന് പറയുന്നത് കൃഷിക്ക് മാത്രമേ ബാധകമാവുകയുള്ളൂ എങ്കിൽ ഈ പറയുന്ന കാര്യത്തിലും ഇന്ന് ആധുനിക തരത്തിലുള്ള പല വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന മാരകമായിട്ടുള്ള പല ലഹരികളും ഹറാമല്ല എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? അത് ശുദ്ധീകരിച്ചതിന് ശേഷമാണ് നമ്മൾ ഭക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ അർത്ഥത്തിലുള്ള സമ്പത്തും അവൻ്റെ കയ്യിലെത്തുമ്പോൾ അവൻ അതിന് സക്കാത്ത് നൽകണം എന്ന് തന്നെയാണ്. അള്ളാഹു റസൂലിനോട് കൽപ്പിച്ചത് ഖുദ് മിൻ അംവാലിഹിം സ്വദഖത്തൻ തുതഹിറു വ തുസക്കീഹിം ബിഹാ എന്ന സൂറത്ത് തൗബയിലെ ആയത്തും നിങ്ങളുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കണമെന്ന് പറയുമ്പോഴും
അവൻ്റെ കയ്യിലേക്ക് വരുന്ന സമ്പത്ത് അവൻ ശുദ്ധീകരിക്കേണ്ടത് അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം, വീട് വെച്ചതിന് ശേഷം, മക്കളുടെ വിദ്യാഭ്യാസം കഴിച്ചതിന് ശേഷം, അവൻ വസ്ത്രം വാങ്ങിക്കുന്നതിന് ശേഷം, ഇതിനൊക്കെയുള്ള ചെലവ് കഴിച്ചതിന് ശേഷമുള്ള ശിഷ്ട സമ്പത്തെ ശുദ്ധീകരിക്കേണ്ടതുള്ളൂ എന്ന് വാദിക്കുമോ ആരെങ്കിലും? നമ്മൾ ഭക്ഷിക്കുന്നതും നമ്മൾ വസ്ത്രം ധരിക്കുന്നതും നമ്മൾ വീട് വെക്കുന്നതും നമ്മൾ കാറ് വെക്കുന്നതും ഒക്കെ ശുദ്ധീകരിക്കേണ്ടതാവേണ്ടതില്ലേ? അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഒന്നാമതായി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നത് അവൻ്റെ സമ്പത്ത് അവൻ്റെ കയ്യിലേക്ക് ഒന്നാമതായി വരുമ്പോഴാണ്. നോക്കൂ, ഒരു കാര്യം കൂടി, സക്കാത്തിന് വ്യത്യസ്തമായ തോതുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. 2.5% മുതൽ 20% വരെ. വളരെ കൃത്യമായി നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. ഈ 20%, 10%, 5%, 2.5%മായി സക്കാത്ത് നിശ്ചയിച്ചത് ഏതിന് മാത്രമാണെന്നറിയോ നിങ്ങൾ? അവൻ്റെ സമ്പത്ത് അവൻ്റെ കയ്യിലേക്ക് വരുമ്പോഴുണ്ടാവുന്ന ആ സന്ദർഭത്തിൽ നൽകുന്ന സക്കാത്തിന് മാത്രമാണ് ഇത് ബാധകം. എന്തേ ഇങ്ങനെ വ്യത്യസ്തമായ തോത് അല്ലാഹു നിശ്ചയിച്ചത്? ഇങ്ങനെ തോത് നിശ്ചയിക്കുവാനുള്ള കാരണം, അവൻ ഈ സമ്പത്ത് ഒന്നാമതായി അവൻ സ്വായത്തമാക്കുന്നതിനെ കരസ്ഥമാക്കുമ്പോൾ അവനുണ്ടാകുന്ന എളുപ്പത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ രീതിയിൽ കൂടി വ്യത്യസ്തമായ തോതുകൾ നിശ്ചയിച്ചത്. ഒരാൾക്ക് സമ്മാനമായി അല്ലെങ്കിൽ നിധിയായി ഈ രീതിയിൽ കൂടി സമ്പത്ത് കയ്യിൽ വരുമ്പോൾ അവൻ നൽകേണ്ടി വരുന്ന സക്കാത്തിൻ്റെ തോതെന്ന് പറയുന്നത് 2.5 അല്ല, 5 അല്ല, 10 അല്ല, 20%. ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന ചെലവ് കൂടാതെയുള്ള വരുമാനമായി അയാൾക്ക് കാർഷിക വിളവ് ലഭിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സമ്പത്തിന് നൽകേണ്ടി വരുന്നത് 10%. അതല്ല, നട്ട് നനച്ചുണ്ടാക്കി അധ്വാനത്തോടു കൂടി വരുന്ന കൃഷിയുടെ സക്കാത്താണ് നൽകുന്നതെങ്കിൽ അപ്പോൾ നൽകുന്ന സക്കാത്ത് എന്ന് പറയുന്നത് 5%. അതല്ല, പ്രയാസത്തോടു കൂടി ലഭിക്കുന്ന സമ്പത്താണ് എങ്കിൽ അതിന് വരുന്നത് 2.5%. അപ്പം ശമ്പളത്തെ സംബന്ധിച്ചിടത്തോളം 2 രീതിയിൽ കൂടി പണ്ഡിതന്മാരെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രയാസത്തോടു കൂടി ഉണ്ടാകുന്ന അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് കൂലിപ്പണിയിലൂടെയും അതുപോലെ തന്നെയൊക്കെയുള്ള ജീവിത നിവൃത്തിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇത്തരത്തിലുള്ള സമ്പത്തിന് 2.5 ആണ് എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, നാണയസമ്പത്തുമായി താരതമ്യപ്പെടുത്തിയിട്ട്. പക്ഷേ എല്ലാ ശമ്പളവും അങ്ങനെയാണോ? പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കൃഷിയുമായി താരതമ്യപ്പെടുത്തിയിട്ട് വൈറ്റ് കോളർ ജോബിന് വളരെയധികം ലക്ഷക്കണക്കിന് മാസം ശമ്പളം വാങ്ങുന്ന ആളുകളുടെ അത്തരത്തിലുള്ള സമ്പാദ്യത്തിന് 5% സക്കാത്ത് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്തായിരുന്നാലും ബഹുഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടുള്ളത് കാർഷിക വിളവിനെ ഖിയാസാക്കിയിട്ടല്ല, നാണയത്തെ അല്ലെങ്കിൽ നാണയസമ്പത്തിനെ ഖിയാസാക്കിയിട്ട് 2% എന്നാണ്. അത് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം, അല്ല 2 അഭിപ്രായമുള്ളവരുണ്ട്. ഏതായിരുന്നാലും ഞാൻ സൂചിപ്പിച്ചത്, ഒന്നാമതായി ഒരാളുടെ സമ്പത്ത് കയ്യിൽ വരുമ്പോൾ നൽകേണ്ടുന്ന സക്കാത്തിൻ്റെ തോത് അയാൾക്ക് ആ സമ്പത്ത് സ്വായത്തമാക്കുമ്പോൾ അയാൾക്കുണ്ടാകുന്ന എളുപ്പത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അത് 2.5 മുതൽ 20% നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, രണ്ടാമതായ അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നത് ഇങ്ങനെ അയാളുടെ കയ്യിലെത്തിയ സമ്പത്ത് ശുദ്ധീകരിച്ചതിന് ശേഷം അയാൾ അതുകൊണ്ട് ജീവിത വൃത്തിക്ക് വേണ്ടി അയാളുടെ ജീവിത ചെലവുകൾ നിർവഹിച്ചതിന് ശേഷം ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞതിന്, കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് ആ കാശ് ബാക്കി വരുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള മിച്ച സമ്പത്തിന് അയാൾ നൽകേണ്ടുന്ന, അയാൾ വീണ്ടും ആവർത്തിച്ച് സക്കാത്ത് നൽകണം. ഇവിടെ ഭൗതിക സർക്കാരുകൾ വാങ്ങിക്കുന്ന ഇൻകം ടാക്സ് പോലെയല്ല സക്കാത്ത്. നമുക്കറിയാം, നമ്മുടെ ശമ്പളത്തിൽ നിന്നും ഉദ്യോഗസ്ഥരാണല്ലോ പല ആളുകളും, ഉദ്യോഗസ്ഥകളുമാണ്. അവരവരുടെ സമ്പത്തിന്, അവരുടെ ശമ്പളത്തിന് ഇൻകം ടാക്സ് കൊടുത്ത് ശുദ്ധീകരിച്ചാൽ ആ ശുദ്ധീകരിച്ച തുകക്ക് ആണ് നമ്മൾ വൈറ്റ് മണി എന്ന് പറയുന്നത്. അതിന് അടുത്ത വർഷം വീണ്ടും സക്കാത്ത് കൊടുക്കേണ്ട, അടുത്ത വർഷം വാങ്ങിക്കുന്ന ശമ്പളത്തിന് സക്കാത്ത് കൊടുത്താൽ, അല്ലെ സക്കാത്തല്ല ടാക്സ് നൽകേണ്ട.
അതിന് അടുത്ത വർഷത്തെ ശമ്പളത്തിന് പിന്നെ ടാക്സ് കണക്കാക്കേണ്ടതുള്ളൂ. എന്നാൽ ഇസ്ലാമിൽ അങ്ങനെയല്ല. ഇസ്ലാമിൽ ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ്. ഒരു വർഷം പൂർത്തിയാക്കിയതിന് ശേഷം അയാളുടെ കയ്യിൽ മിച്ച സമ്പത്തുണ്ട് എങ്കിൽ ആ മിച്ച സമ്പത്തിന് നിസാബ് തികയുന്നുവെങ്കിൽ ആ നിസാബ് തികഞ്ഞ തുകക്ക് വീണ്ടും ആവർത്തിച്ച് സക്കാത്ത് നൽകണം. ആ സക്കാത്ത് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ ആവർത്തിച്ച് സക്കാത്ത് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ നൽകുന്ന സക്കാത്തിന് ഏത് തരത്തിൽ സമ്പാദിച്ച സമ്പത്താണ് എങ്കിലും ആവർത്തിച്ച് സക്കാത്ത് കൊടുക്കുമ്പോൾ നൽകേണ്ടുന്ന തോത് 2.5% മാത്രമാണ്. നമുക്ക് ഈ ഒരു സക്കാത്തെ ആകെ അറിയും. ഒന്നുകൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 20% സക്കാത്ത് കൊടുത്ത് ഒരാൾക്ക് പാരിതോഷികം, അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. 10 ലക്ഷം രൂപ പാരിതോഷികം കിട്ടി. അയാൾ അതിൽ നിന്ന് കൊടുക്കേണ്ട സക്കാത്ത് 20% എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ലക്ഷം രൂപയാണ്. ബാക്കി 8 ലക്ഷം അയാൾ പൂർണ്ണമായും വിനിയോഗിച്ച്, അതായത് ജനുവരി 1-ാം തീയതി 2019 ജനുവരി 1-ാം തീയതി അയാൾക്ക് ഈ 10 ലക്ഷം രൂപ പാരിതോഷികം കിട്ടി. അതിൻ്റെ 20% സക്കാത്ത് കൊടുത്ത് 80 ലക്ഷം രൂപ അയാളുടെ കയ്യിലുണ്ട്. ആ 80 ലക്ഷം ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ, 2019 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ അയാൾ അതുകൊണ്ട് സുഭിക്ഷമായി ജീവിച്ചു. എന്നിട്ട് ഡിസംബർ 31 നോക്കുമ്പോൾ അയാൾക്ക് ബാക്കി 50,000 രൂപ ബാക്കി ആ പണം തന്നെ ഉണ്ട് എന്ന് വിചാരിക്കാം. എങ്കിൽ അതിന് അയാൾ ആവർത്തിച്ച് സക്കാത്ത് നൽകണം, വീണ്ടും സക്കാത്ത് നൽകണം. അപ്പോൾ നൽകേണ്ടുന്ന തോത് 20 അല്ല. അയാൾക്ക് 20% സക്കാത്ത് സംസ്കരിച്ച ആ ബാക്കി ശിഷ്ട തുക വീണ്ടും അയാൾ ആവർത്തിച്ച് സക്കാത്ത് നൽകുമ്പോൾ അയാൾ നൽകേണ്ടുന്ന സക്കാത്തിൻ്റെ തോത് എന്ന് പറയുന്നത് 2.5 ഏത് തരത്തിൽ സമ്പാദിച്ച സമ്പത്താണെങ്കിലും അത് ശുദ്ധീകരിക്കുമ്പോൾ നൽകേണ്ടുന്ന സക്കാത്തിൻ്റെ തോത് വ്യത്യസ്തമായത് സക്കാത്ത് ലഭിക്കുവാൻ അല്ലെങ്കിൽ അയാൾക്ക് ആ സമ്പത്ത് കരസ്ഥമാക്കുമ്പോൾ ഉണ്ടാകുന്ന എളുപ്പത്തിൻ്റെയും പ്രയാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മിച്ച സമ്പത്തായതുകൊണ്ട് അതിന് 2.5 കൊടുത്താൽ മതി. അപ്പം മിച്ച സമ്പത്ത് ഞാൻ കൂടുതൽ വിശദീകരിക്കാൻ സമയം അനുവദിക്കാത്തതുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം മിച്ച സമ്പത്തിന് സക്കാത്ത് കൊടുക്കണമെങ്കിൽ വേറെയും നിബന്ധനകളുണ്ട്. 1 വർഷം പൂർത്തിയാവുക എന്നുള്ളത്, 2 വളർച്ചയുള്ള സ്വത്താവുക എന്നുള്ളത്. വളർച്ചയുള്ള സ്വത്ത് എന്ന് പറയുമ്പോൾ ഈ മിച്ച തുക അയാൾക്ക് 8 ലക്ഷം രൂപ ബാക്കിയുണ്ടായിരുന്നു. 1ാമത് സക്കാത്ത് കൂടെ ശുദ്ധീകരിച്ചപ്പോൾ അയാൾക്ക് ബാക്കി ഇവിടെ 50,000 രൂപ ക്യാഷായിട്ട് വിടുന്നതുകൊണ്ട് അയാൾ സക്കാത്ത് കൊടുക്കണം. അതേ സമയത്ത് അയാൾ അതുകൊണ്ട് 2 ലക്ഷം രൂപക്ക് അല്ലെങ്കിൽ 3 ലക്ഷം രൂപക്ക് അയാൾ ഉപയോഗിക്കുന്ന ഒരു കാറ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. ആ കാറിന് സക്കാത്തില്ല. കാരണം അത് വളർച്ചയില്ലാത്ത സ്വത്താണ്. നമ്മൾ താമസിക്കുന്ന വീടിന് സക്കാത്തില്ല, വളർച്ചയില്ലാത്ത സ്വത്താണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു നിബന്ധന കൂടി അതിന് വേണം. 3ാമത് നിസാബ് തികയണം. അപ്പം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവർത്തന സക്കാത്ത് നൽകണമെങ്കിൽ കൊല്ലം പൂർത്തിയാവണം, അതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടാവണം. വളരെ വിശദീകരിക്കേണ്ട ഒന്നാണ് ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത്. നമ്മൾ സമ്പാദിക്കാനുണ്ടാവുന്ന, അതായത് ഇസ്ലാമിൽ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നിർബന്ധമാവുന്ന സമ്പത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അവിടെ ഖുർആനിൽ പരിശുദ്ധ ബഖറയിൽ സൂറത്തുൽ ബഖറയിൽ സൂചിപ്പിക്കുന്നുണ്ടായി, വഅൻഫിഖൂ മിമ്മാ റസഖ്നാകും വഅൻഫിഖൂ മിൻ ത്വയ്യിബാത്തി മാ കസബ്തും. അവിടെ ത്വയ്യിബാത്ത് എന്ന വാക്ക് അല്ലാഹു ഉപയോഗിച്ചു. അപ്പോൾ സമ്പാദിക്കുന്നതിൽ നമ്മൾ കൈക്കൂലി വാങ്ങി, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ലക്ഷക്കണക്കിന് കൈക്കൂലി വാങ്ങി സമ്പാദിക്കുന്ന സമ്പത്തുണ്ടെന്ന് വിചാരിക്കുക. സഹോദരന്മാരെ, അതിൻ്റെ ഉടമസ്ഥാവകാശം ആ സർക്കാർ ഉദ്യോഗസ്ഥനില്ല. ആ സമ്പത്ത് സക്കാത്ത് കൊടുത്ത് ശുദ്ധീകരിച്ചാൽ പോരാ. ആ സമ്പത്ത് മുഴുവനും അന്യൻ്റെതായതുകൊണ്ട് അവന് അതിൻ്റെ ഉടമസ്ഥാവകാശമില്ലെന്ന് മനസ്സിലാക്കുക. ഞാൻ അത് വളരെ വിശദീകരിക്കേണ്ട കാര്യമാണ്. ഉടമസ്ഥാവകാശം വേണമെന്ന് പറയുമ്പോൾ അന്യൻ്റെ ഹക്കിന് നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന അവസ്ഥയിലായി തീരും, കൈക്കൂലി വാങ്ങിയാൽ സക്കാത്ത് കൊടുക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, ഈ ആവർത്തന സക്കാത്തിന് വർഷം പൂർത്തിയാകുക എന്നുള്ള നിബന്ധനയുണ്ട്, പരിധി എത്തുക എന്നുള്ള നിബന്ധനയുണ്ട്, വളർച്ചയുള്ള സ്വത്താവണം എന്നുള്ള നിബന്ധനയുണ്ട്. ഇതുപോലെ ഈ നിബന്ധനകൾ എത്തിത്തീർന്നാലാണ് ഉടമസ്ഥാവകാശം ഉണ്ടാവണം നിബന്ധനയുണ്ടെന്ന്. ഈ 4 നിബന്ധന എത്തിയാലാണ് ആവർത്തി സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായിത്തീരുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് നിസാബ് എന്നാണ്. നിസാബ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ
അള്ളാഹുവിന് നമ്മളെ ശിക്ഷിക്കണമെങ്കിൽ ഒരു നിശ്ചിതമായുള്ള ഒരു പരിധി അള്ളാഹു നിശ്ചയിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരാൾക്ക് അയാളുടെ സമ്പത്തിന് സക്കാത്ത് കൊടുക്കണമെങ്കിൽ നിസാബ് എത്തുക എന്നുള്ള നിബന്ധന ഇല്ലെങ്കിലും അല്ലെങ്കിൽ പാലിച്ചിട്ടില്ലെങ്കിലും സ്വമേധയാ ഒരാൾക്ക് അയാളുടെ സമ്പാദ്യത്തിന് സക്കാത്ത് കൊടുക്കാം, തെറ്റില്ല. പക്ഷേ ഒരു നിശ്ചിത പരിധി ഓരോ വ്യത്യസ്തമായിട്ടുള്ള സമ്പത്തിനും അള്ളാഹു നിശ്ചയിച്ചു. അത് കാർഷിക വിളക്ക് നിശ്ചയിച്ചു, അത് പിന്നെ നാണയത്തിന് നിശ്ചയിച്ചു, കാലി സമ്പത്തിന് നിശ്ചയിച്ചു. ഈ ബാക്കി വരുന്ന ഏത് വിധത്തിലുള്ള സമ്പാദ്യവും ഈ 3 ഇനവുമായി ഖിയാസാക്കിയിട്ട് നമുക്ക് സക്കാത്ത് കൊടുക്കാം. ഈ ഒരു പരിധി, കാർഷിക വിളക്ക് നിശ്ചയിച്ചിരിക്കുന്ന പരിധി എത്തിയില്ലെങ്കിലും അയാളുടെ കാർഷിക സമ്പത്തിനെ അയാൾക്ക് സക്കാത്ത് കൊടുക്കാം. പക്ഷെ പരിധി എത്തിയിട്ടും കൊടുത്തിട്ടില്ലെങ്കിൽ അയാൾ കുറ്റത്തിന് അർഹനായി. അങ്ങനെ അള്ളാഹുവിന് ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ ഒരു പരിധി വേണം. ആ പരിധിക്കാണ് നിസാബ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നിസാബ് നിശ്ചയിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് നിശ്ചയിച്ച് കാണിച്ചു തന്നു. നമുക്കതിൽ മാറ്റത്തിരുത്തലുകൾക്ക് അധികാരമില്ല. അപ്പോൾ കാർഷിക സമ്പത്തിന് ഞാൻ ചുരുക്കി പറയുകയാണ്. അത് ഇന്നത്തെയും അളവ് കൂട്ടി പറയുന്നതിന് പകരം ഇന്ന് നിലവിൽ കാർഷിക വിളയുടെ നിസാബ് എന്ന് പറയുന്നത് അതാത് പ്രദേശത്തെ മുഖ്യ ആഹാര വിള ഏതാണോ, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അരിയാണ്. ആ അരിയുമായി ഖിയാസാക്കി അന്ന് സക്കാത്തിന് നിശ്ചയിച്ച ആ ഒരു 5 വസ്ക് എന്ന് പറയുന്ന അത്, അഥവാ 300 സാ എന്ന് പറയുന്ന അതിന് തുല്യമായ മെട്രിക് കണക്കനുസരിച്ച് നോക്കുമ്പോൾ 600 കിലോ അരി ഒരാൾക്ക് ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ആ വിലക്ക് 6 കിൻഡൽ, നമുക്കറിയാം 600 കിലോ എന്ന് പറയുമ്പോൾ 6 കിൻഡൽ അരി, അല്ലെങ്കിൽ നമുക്ക് നാളികേരമാണെങ്കിൽ 6 കിൻഡൽ അരിക്ക് തുല്യമായ വിലക്കുള്ള നാളികേരം. നമ്മൾ കുരുമുളക്, ഏലം, കൃഷി, ഇതൊക്കെ വലിയ വില പിടിപ്പുള്ള വസ്തുക്കൾ. അത് 6 കിൻഡൽ വേണമെന്നില്ല. ഈ 6 കിൻഡൽ അരിക്ക് തുല്യമായിട്ടുള്ള ഏലമുണ്ടെങ്കിൽ, കുരുമുളകുണ്ടെങ്കിൽ, തേങ്ങയുണ്ടെങ്കിൽ, അടക്കയുണ്ടെങ്കിൽ, റബ്ബറുണ്ട് എങ്കിൽ അയാൾക്കതിന് നിസാബെത്തി. ഇനി നോക്കൂ, നാണയ സമ്പത്തുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന 2 തരം നാണയങ്ങൾ. ഇത് പേപ്പർ കറൻസി അല്ല എന്നുള്ളത്. ഒന്ന് വെള്ളി നാണയവും മറ്റൊന്ന് സ്വർണ്ണ നാണയവും, ദീനാറും ദിർഹമും. അപ്പം ദിർഹമിൻ്റെ നിസാബ് ഇന്നത്തെ മെട്രിക് കണക്കനുസരിച്ച് 590 ഗ്രാം വെള്ളിയാണ്. ദീനാറിൻ്റേത് ഇന്നത്തേതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 1.5 പവൻ, അത് 84 ഗ്രാം. അപ്പോൾ 85 ഗ്രാം ആയാൽ അയാൾ സക്കാത്ത് കൊടുക്കാനുള്ള നിസാബെത്തി. വെള്ളിയാണെങ്കിൽ 590 ഗ്രാം ഉണ്ട് എങ്കിൽ അതിന് അയാൾ നിസാബെത്തി, അയാൾ സക്കാത്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ശമ്പളത്തിനെയും മറ്റുള്ളതിനെയും ഒക്കെ നാണയസമ്പത്തിന് നിസാബ് കണക്കാക്കാൻ വേണ്ടി സ്വർണവും വെള്ളിയും വരുമ്പോൾ അന്ന് ഇതിന് രണ്ടും തുല്യ വിലയായിരുന്നുവെങ്കിലും ഇന്ന് വെള്ളിയും സ്വർണവും തമ്മിൽ ഒരു വലിയ അന്തരമുണ്ട്. അതുകൊണ്ട് പാവങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് ഹാനി വരാത്ത രൂപത്തിൽ കൂടിയായിരിക്കണം, അവർക്ക് ഗുണകരമാവുന്ന രൂപത്തിൽ കൂടിയായിരിക്കണം നമ്മൾ നിസാബിന് വേണ്ടി നമ്മൾ പരിധി സ്വർണ്ണമാണോ അല്ലെങ്കിൽ വെള്ളിയാണോ എന്ന് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം, സ്വർണത്തിൻ്റെ തോതനുസരിച്ച് നിസാബ് നിശ്ചയിക്കുകയാണ് എങ്കിൽ ശമ്പളത്തിനും അതുപോലെയുള്ള പിന്നെ കച്ചവടത്തിൻ്റെ സ്റ്റോക്കിനും ഒക്കെ കാണുമ്പോൾ ഇതൊരു 3 ലക്ഷത്തിലധികം ഉണ്ടെങ്കിലേ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാകുന്നുള്ളൂ. അതേസമയത്ത് വെള്ളിയുടെ നിസാബുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഏകദേശം 20,000 രൂപ ആകുമ്പോൾ തന്നെ സക്കാത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ പാവങ്ങളുടെ ഹക്ക് അവർക്ക് ലഭിക്കുന്നതിന് അതിന് ഗുണകരമായി തീരുക, പാവങ്ങൾ ഗുണകരമായി തീരുക വെള്ളിയുടേതാണ് എന്നതുകൊണ്ട് ബഹുഭൂരിപക്ഷം ആളുകളും അല്ലെങ്കിൽ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടുള്ളത് 590 ഗ്രാം വെള്ളിക്ക് തുല്യമായിട്ടുള്ള തുക ഒരാളുടെ വാർഷിക വരുമാനമായി, ശമ്പളമായോ അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെ വാർഷിക സ്റ്റോക്ക് ഈ തുകക്ക് തുല്യമായാലോ അത് സക്കാത്ത് കൊടുക്കണം എന്ന് പറയുന്നു. ഇതാണ് നിസാബ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കൂ, കാർഷിക കാലിവളയെ പറ്റി പറയേണ്ടതില്ല. കാരണം നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടുള്ള ഒരു വരുമാന മാർഗമേ അല്ല. അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് 40 ആടായി കഴിഞ്ഞാൽ ഒരു ആടിനെ സക്കാത്ത് കൊടുക്കണമെന്നാണ്. ഒരു വർഷത്തിൽ അയാളുടെ കാലി സമ്പത്ത് 40 ആടുകളുണ്ട് എങ്കിൽ അത് വർഷം പൂർത്തിയായിട്ടുണ്ട് എങ്കിൽ കൊടുക്കണമെന്നാണ്. മാടാണ് എങ്കിൽ 30 എന്നാണ് നിശ്ചയിച്ചത്. ഒട്ടകമാണ് എങ്കിൽ നിശ്ചയിച്ചത് 5 ഒട്ടകം എന്നാണ്. അത് ഏതായാലും നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കണ്ട. പക്ഷേ എന്ന് വെച്ചാൽ അതിനും നിസാബ് നിശ്ചയിച്ചിട്ടുണ്ട് എന്നർത്ഥം. അപ്പം ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിച്ചത് നമ്മുടെ സമ്പത്തിന് അതിൻ്റെ നിശ്ചിതമായുള്ള നിസാബ് എത്തുമ്പോഴും അവൻ സക്കാത്ത് കൊടുക്കുവാൻ ബാധ്യസ്ഥനായി തീരുന്ന
സാഹചര്യങ്ങളാണ് വിശദീകരിച്ചത്. അപ്പം നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുക, നമ്മുടെ സമ്പത്ത് ഈ ഒരു നിസാബിൽ എത്തുന്നുണ്ട് എങ്കിൽ അയാൾ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്ന്. അപ്പോൾ ഈ ഒരു 30 മിനിറ്റിനുള്ളിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചത് എന്താണ് സക്കാത്ത് എന്നും എന്തിനാണ് സക്കാത്ത് നൽകുന്നത് എന്നും എപ്പോഴൊക്കെയാണ് സക്കാത്ത് നൽകാൻ ഒരു സത്യവിശ്വാസി ബാധ്യസ്ഥനായി തീർന്നത് എന്നും സക്കാത്ത് നൽകുന്നതിന് നിശ്ചയിച്ചിട്ടുള്ള നിസാബ് എത്രയാണ് എന്നും എന്തൊക്കെയാണ് എന്നും അതിൻ്റെ തോത് എത്രയൊക്കെയാണെന്നാണ് വിശദീകരിച്ചത്. ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ നിർബന്ധമായും കൃത്യമായും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് പ്രായോഗിക തലത്തിൽ സക്കാത്ത് നൽകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നാമതായി, ഒരു ആളുടെ ശമ്പളത്തിന് ഇന്ന് പ്രധാനമായും നമുക്കറിയാം, ഇന്ത്യയെ പോലെയുള്ള കേരളത്തെ പോലെയുള്ള ഒരു ഉപഭോക്ത സംസ്ഥാനത്തിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും വരുമാനമെന്ന് പറയുന്നത് അത് നിത്യവേലയിലൂടെയാണ് എങ്കിലും ആഴ്ചക്കൂലിയാണ് എങ്കിലും കമ്മീഷനാണെങ്കിലും മാസശമ്പളമാണെങ്കിലും വർഷശമ്പളമാണെങ്കിലും സമ്പാദ്യത്തിനുള്ള അധ്വാനത്തിൻ്റെ പ്രതിഫലമെന്ന് പറയുന്ന വരുമാനമാണ് അഥവാ ശമ്പളമാണ്. അപ്പോൾ ശമ്പളത്തിൻ്റെ സക്കാത്ത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? രണ്ടാമതായി, നാം ഉപയോഗിക്കുന്ന സ്വർണം, അതിന് സക്കാത്ത് നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു കച്ചവടക്കാരനാണെങ്കിൽ ആ കച്ചവടക്കാരൻ സക്കാത്ത് നൽകുമ്പോൾ അവൻ പ്രാക്ടിക്കൽ സൈഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നും. ഇന്ന് നിലവിലുള്ള ഒരു വാദഗതി എന്ന് പറയുന്നത്, ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായി തീരുന്നത് അയാൾക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ചെലവ് കഴിച്ച് മിച്ചമുള്ള തുകക്കാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അപായവും അപകടവും എത്രത്തോളം ഗുരുതരമാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കുക, എന്തൊക്കെയാണ് എങ്കിലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഫത്വ ചോദിക്കേണ്ടത് പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ നാം ഫത്വ ചോദിക്കേണ്ടത് സ്വന്തം മനസ്സാക്ഷിയോടാണ്. മനസ്സാക്ഷിക്കുത്തില്ലാത്ത രൂപത്തിൽ കൂടി, റബ്ബേ, ഞാൻ ഈ രീതിയിൽ കൂടിയുള്ള പ്രഭാഷണങ്ങൾ കേട്ടു, ഈ രീതിയിൽ കൂടി പറയുന്ന വാദഗതികളും ഞാൻ കേട്ടു, എൻ്റെ ഖബറിലേക്ക്, എൻ്റെ പരലോകത്തിൽ എനിക്ക് സമാശ്വാസം നൽകുന്നത്, സമാധാനം നൽകുന്നത്, മനസ്സിന് ശാന്തത ലഭിക്കുന്നത് ഞാൻ ഏത് രീതിയിൽ കൂടി സക്കാത്ത് കൊടുത്താലാണ് എന്ന് ഫത്വ ചോദിക്കേണ്ടത് സ്വന്തം മനസ്സിനോടാണ്. ആ രൂപത്തിൽ കൂടി അത് നമ്മൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ രീതിയിൽ കൂടി നമ്മൾ കാര്യങ്ങൾ പഠിച്ചെങ്കിലേ സാധ്യമാവുകയുള്ളൂ. ആ രൂപത്തിൽ കൂടി കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു കർമ്മം അതൊരു സാലിയായ സൽക്കർമ്മമായി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.